പ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 132ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 47 മുതൽ 50 വരെ, റോമർ 15-ാം അധ്യായം. ഇതിൽ നിന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാവരും വായിച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, പാഠഭാഗത്ത് ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്, ഏത്? പാഠഭാഗത്ത് ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്, ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ അർപ്പിക്കുന്ന യാഗം ഏത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ അർപ്പിക്കുന്ന യാഗം ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വടക്ക് ദിശയിലെ ഒരു മലയുടെ പേരെന്ത്? ഈ മലയെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. വടക്ക് ദിശയിലെ ഒരു മലയുടെ പേരെന്ത്? ഈ മലയെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാക്യത്തിൽ 2 വാക്ക് 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, വാക്കുകൾ ഏവ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു വാക്യത്തിൽ 2 വാക്ക് 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, വാക്കുകൾ ഏവ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 3 അക്ഷരമുള്ള ഒരു പുരുഷന്റെ പേരിന്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒരേപോലെ, എങ്കിൽ പേരെന്ത്? 3 അക്ഷരമുള്ള ഒരു പുരുഷന്റെ പേരിന്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒരുപോലെ, എങ്കിൽ പേരെന്ത്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാം ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോഴേ എല്ലാവർക്കും ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരവും അതിന്റെ റെഫറൻസും കൂടെ ചേർത്ത് അയക്കുക. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഒത്തിരി ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സിനകത്ത് അയക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 10 പോയിന്റ്സ് കിട്ടും. അതിനുശേഷം രാത്രി 12 മണിക്ക് മുന്നേ അയക്കുന്ന എല്ലാവർക്കും 5 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 20-25 മിനിറ്റ്സിനകത്ത് അയക്കാൻ നോക്കുക. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. Till then, it's me, Angel, signing off. Bye and take care.